നെടുമ്പാശ്ശേരിയിൽ ഹോട്ടലിൽ തീപിടുത്തം. ഗ്രാൻഡ് മലബാർ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. റെസ്റ്റോറന്റിലുണ്ടായിരുന്ന ആളുകളെ സുരക്ഷിതമായി മാറ്റി തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. നവമി ദിനേശ് ശരിയാണ്. നവമി, തീപിടുത്തത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? തീ നിയന്ത്രണ വിധേയമായി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്ത്, എന്തായാലും വലിയ തീപിടുത്തമാണ് സംഭവിച്ചത്. തീ പൂർണ്ണമായും അണച്ചു. ആളപായമില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്പസമയം മുമ്പാണ് ഇത്രയും വലിയൊരു തീപിടുത്തം ഈ ഗ്രാൻഡ് മലബാർ ഹോട്ടലിലുണ്ടായത്. നെടുമ്പാശ്ശേരിക്ക് അടുത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ഹോട്ടലിനോട് തൊട്ട് ചേർത്ത് തന്നെ ഒരു കഫറ്റീരിയ ഉണ്ട്. ആ കഫറ്റീരിയയിൽ ഈ അൽഫാം, മന്തി, ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും പുകക്കുഴൽ വഴി പോയ തീ അത് തൊട്ടടുത്തുള്ള മരത്തിലേക്ക് ആളി കത്തുകയും, പക്ഷെ ആ മരത്തിൽ തീ പിടിച്ച കാര്യം ഈ ജീവനക്കാർ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ആ മരത്തിൽ നിന്നുള്ള തീയാണ് ഹോട്ടലിലേക്കും പടർന്നത്. ഈ തീ പടർന്നത് കണ്ട്, ഈ ഹോട്ടലിലേക്ക് തീ പടർന്നത് കണ്ട് പെട്ടെന്ന് ജീവനക്കാർ നിലവിളിച്ച് പുറത്തേക്ക് ഓടുകയായിരുന്നു. റെസ്റ്റോറൻറ്റിലുള്ളവരും നിലവിളിച്ച് പുറത്തേക്ക് ഓടി എന്നുള്ളതുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല. പക്ഷെ ഈ പറഞ്ഞു തീരുന്ന സമയം കൊണ്ട് തന്നെ ഹോട്ടൽ പൂർണ്ണമായും കത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. 2 യൂണിറ്റ് ഫയർഫോഴ്സ് ആദ്യം 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു അപകടം തന്നെയാണ് ഒഴിവായത്. ജീവനക്കാരുടെ ഒരു അശ്രദ്ധ എന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. കാരണം തൊട്ടടുത്തുള്ള മരത്തിൽ ഇത്രയും വലിയ തീ പടർന്നിട്ടും ആരും കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഈ ഹോട്ടലിലേക്കും ഈ മരം വീഴുകയും തീ ആളിപ്പടരുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ഈ നിരവധി തിരക്കുകളുള്ള, അല്ലെങ്കിൽ എപ്പോഴും ആളുകൾ വന്നു പോകുന്ന ഒരു റെസ്റ്റോറന്റ് കൂടിയാണ് ഈ മലബാർ. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വലിയ തീപിടുത്തമായിരുന്നു, പക്ഷേ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിലാണ്, ഗ്രാൻഡ് മലബാർ ഹോട്ടലിലാണ് ഈ സംഭവം ഉണ്ടായത്. ഫയർഫോഴ്സിൻ്റെ കഠിന പരിശ്രമത്തെ തുടർന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് ഒരു നിയന്ത്രണ വിധേയമായത് എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.